അതെ, ഈ വേനൽക്കാലത്ത് നമ്മളെ വീടിൻ്റെ പുറകെയുള്ള പാടത്തു നിന്നൊരു സ്മെല്ല് വരും കേട്ടോ. ഈ ചണ്ടിയും പിന്നെ ഈ കുളവാഴയും ഈ ചെളി ഉണങ്ങിയ സ്മെല്ലും കൂടെ ഒക്കെ ആയിട്ട് ഒരു മിക്സ് ആയിട്ടൊരു സ്മെല്ല് വരും. അതൊരു വശീകരണമായിട്ടുള്ളൊരു സ്മെല്ലുണ്ടാവും. ചൂണ്ടപ്പിടുത്തം അല്ല മീൻ പിടുത്തക്കാർക്ക് അതൊരു വശീകരണം കേട്ടോ. നോട്ട് ദ പോയിൻറ്റ്. ചൂണ്ടക്കാർക്ക് മറ്റുള്ളവർക്ക് അത് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു മീനെ പിടിച്ച് ചോറ് ചെയ്യണ ആളായതുകൊണ്ട് ഇന്നാരെ പിടിച്ച് ചോറ് എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ വീട്ടിലൊരു ബാസ്ക്കറ്റ് കണ്ടപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കോരി നോക്കിയാലെന്ന് വെച്ചിട്ട് ഞാൻ വീടിൻ്റെ പുറകെയുള്ള പാടത്തിൽ ചെന്ന് വൈൽഡ് ബീറ്റാസ് ഞാൻ ഉന്നം വെച്ച് പോയത് കേട്ടോ. വൈൽഡ് ബീറ്റാസ് അറിയാമല്ലോ, ഇരിങ്കണമെന്ന് പറയട്ടെ, ഞങ്ങളവിടെ ഇരിങ്കണമെന്ന് കൊടുങ്ങല്ലൂരുള്ള ഭാഗത്തുള്ളവർക്ക് ഇരിങ്കണമെന്ന് പറയും. അപ്പോൾ അതിനൊന്ന് കോരി നോക്കാമെന്ന് വെച്ചാൽ അതായത് ഞാനപ്പോൾ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇരിങ്കണൊക്കെ മാറിയിട്ട് നമ്മളെ ബെറ്റ ഫിഷ് ഇങ്ങനെ കുളത്തിലൊക്കെ ഓടി ഇറങ്ങാൻ നല്ല രസമായിരിക്കുള്ളൂ. ഈ ഗൗരാമി ഇപ്പോൾ നമ്മളെ പാടത്തും കുളങ്ങളിലൊക്കെ ഒരുപാട് ഗൗരാമികൾ വന്നിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ബെറ്റ ഫിഷും നമ്മളെ കുളങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ. പിന്നെ വേറെ സങ്കടം വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് മെയ് ആയിട്ടുള്ളൂ, മെയ്യോ ആയിട്ടില്ല, മെയ് ആകുമ്പോഴുള്ളൂ. ഓൾമോസ്റ്റ് വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞു. അപ്പോൾ അടിഭാഗം നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ ഇനി മഴ പെയ്യുന്നുണ്ട് ഒരു 1.5 മാസം കൂടി. അത്ര വരെയും ഈ വിറ്റങ്ങ ജീവിച്ചിരിക്കില്ല, വിറ്റങ്ങൊക്കെ ചത്തു എന്നുള്ളൊരു സങ്കടം. അപ്പോൾ ആ ഗ്യാപ്പിൽ ഈ കൊക്കുകൾക്കും ഈ താറാവുകൾക്കൊക്കെ കുശാലായിരിക്കുള്ളൂ. അതാലോചിക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്.